വെൽക്കം ടു ശ്യാമ ആൻഡ് സൗമ്യസ് വ്ലോഗ്. കുറേ നാളായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആയാലോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര, വെക്കേഷന് ഞങ്ങൾ പോയ ഗോവയിലേക്കുള്ള യാത്രയുടെ വീഡിയോസാണേ. അപ്പോൾ ഞങ്ങളുടെ ഈ യാത്ര ആരംഭിച്ചത് എറണാകുളത്തു നിന്നാണ്. ERS LTT ദുരന്തോ എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ പോയത്. ദുരന്തങ്ങളൊന്നും ഉണ്ടാകരുതെന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. രാത്രി കയറിയതിന് ശേഷമുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഫുഡൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കഴിച്ചിട്ട് സ്ലീപ്പർ കോച്ചായിരുന്നു. അപ്പോൾ അധികം ബഹളമൊന്നും വെക്കാൻ പറ്റിയില്ല. കുഞ്ഞുങ്ങളൊക്കെ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അവർ നല്ല ഉറങ്ങി. ഇത് രാവിലത്തെ കാഴ്ചകളാണ്. എല്ലാവരും രാവിലെ എഴുന്നേറ്റ് കാഴ്ചകളൊക്കെ കാണണം. നല്ല മഴയുണ്ടായിരുന്നു പോകുന്ന വഴിയെല്ലാം, കർണാടകയാണെങ്കിലും. പിന്നെ ഈ ട്രെയിന് നല്ല സ്പീഡാണ്. രാത്രി മൊത്തം നല്ല സൗണ്ടും സ്പീഡുമായിരുന്നു. ഇതിൻ്റെ ഇന്ത്യയിലെ തന്നെ ഫാസ്റ്റസ്റ്റ് ട്രെയിനിൽ ഒരെണ്ണമായത്. 130 km/h ഇതിൻ്റെ സ്പീഡ് ലിമിറ്റ്. ഒരു ആവറേജ് സ്പീഡ് ഒരു 85 km എപ്പോഴും കാണും. മറ്റ് ട്രെയിനെ അപേക്ഷിച്ച് എപ്പോഴും നമുക്ക് ഭയങ്കര സ്പീഡ് ഫീൽ ചെയ്യും. അധികം സ്റ്റോപ്പുകളില്ല ഇതിന്. എറണാകുളത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നുള്ളത് കോഴിക്കോട് ഒരു 3 മിനിറ്റ്, അത് കഴിഞ്ഞ് മാംഗ്ലൂർ ഒരു 5 മിനിറ്റ്, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇറങ്ങാൻ പോകുന്നത് ഗോവയിലാണ്. ഗോവയിൽ മഡ്ഗാവ് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ. അതിനു മുമ്പ് ഞങ്ങൾ കൊണ്ടുപോയ ഫുഡ്, രാവിലത്തേനുള്ള ഫുഡും കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. അതും കഴിച്ചിട്ട് മഡ്ഗാവിൽ ഇറങ്ങി, അതായത് നോർത്ത് ഗോവയിലാണ്. അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് സൗത്തിലേക്ക് പോകണം. സൗത്ത് ഗോവ TVMലേക്ക് പോകണം. അത് വേറെ ട്രെയിൻ കയറി പോകണം. അപ്പോൾ അതിന് മുമ്പ് ഫുഡ് കഴിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ സ്റ്റേഷനിലെത്തി. അതായത് ഇവിടുന്ന് 9:30 കയറി അടുത്ത ദിവസം 9:30 മുമ്പ് നമ്മൾ മഡ്ഗാവിൽ എത്തി. അങ്ങനെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ലഗേജൊക്കെ ആയിട്ട് ഇറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. മഡ്ഗാവ് സ്റ്റേഷനിലെത്തി. I love ഗോവ എന്നൊക്കെ എഴുതി അവിടെ പോയി കുറച്ച് വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്തു. അടുത്ത ട്രെയിന് ഓക്കെ എക്സ്പ്രസ്. അത് എറണാകുളത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഗുജറാത്തിലേക്കുള്ള ട്രെയിനാണ്. ദുരന്തോ എക്സ്പ്രസ് മുംബൈക്കുള്ളതാണ്. അപ്പോൾ അതിൽ കയറി ഞങ്ങൾ TVMലേക്ക് യാത്ര ആരംഭിച്ചു. അതിനിടയ്ക്കും നമുക്ക് വിശപ്പൊക്കെ വരുമ്പോൾ നമ്മൾ ഓരോന്നിങ്ങനെ ചെറിയ ഐറ്റംസ് പൊട്ടിച്ചിങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. അതൊരു രസമാണല്ലോ. പിന്നെ എല്ലാവരും കൂടെ കുറച്ച് കാര്യമൊക്കെ പറയുന്നു. അച്ഛൻ കുറച്ച് പാട്ടൊക്കെ പാടുന്നു. ഏകദേശം എല്ലാവരും ഒരേ വൈബുള്ളവർ പോകുമ്പോൾ നമുക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മൾ കൂറയാകുമ്പോഴും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂറയാകും. എൻജോയ് ചെയ്യുമ്പോൾ ഒന്നിച്ച് എൻജോയ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് അച്ഛനമ്മയാണെങ്കിലും കുറച്ച് പ്രായമുണ്ടല്ലോ, അവർ നമ്മളോടൊപ്പം നിൽക്കുന്നുണ്ടായിരുന്നു. എന്തിനാണെങ്കിലും ഇപ്പോൾ ലഗേജ് എടുത്ത് ഓടാനാണെങ്കിലും എന്ത് സാധനത്തിനും നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ, അല്ലേ? എത്ര പ്രായമുണ്ടെന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ അച്ഛനമ്മയാണെന്ന് പറഞ്ഞാലും നമ്മുടെ ഒപ്പം നിൽക്കുന്നവരെ മാത്രമേ നമുക്ക് ഒരു വലിയ യാത്രയിലൊക്കെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇവർ രണ്ടിനും നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായില്ല. അവരൊപ്പം ഞങ്ങളുടെ ഒപ്പം തന്നെ ചാടിയെന്ന് പറയാം. അച്ഛനങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്നത്. എന്തൊക്കെയോ അതിനിടയ്ക്ക് പാട്ടൊക്കെ പാടുന്നുണ്ട്, തമാശയൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ്റെ കുറേ തമാശ കഥകളൊക്കെ കാണും കേട്ടോ. എപ്പോഴും എന്തെങ്കിലും ഒരു പഴയകാല അനുഭവത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കഥകളൊക്കെ പറയും. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ TVMലെത്തി. അധികം ദൂരമില്ലേ, മഡ്ഗാവിൽ നിന്ന് TVMലേക്ക് അധികം ദൂരമില്ല. അങ്ങനെ ഞങ്ങൾ TVM സ്റ്റേഷനിലെത്തി. അവിടെ നിന്നൊരു ടാക്സിയൊക്കെ വിളിച്ച് നമ്മുടെ റൂമിലേക്ക് പോകാനുള്ള ഇത് നിൽക്കുകയാണ്. അങ്ങനെ ടാക്സിയൊക്കെ വിളിച്ച് എല്ലാവരും കുത്തി കയറ്റി പോവുകയാണെങ്കിൽ നമ്മുടെ നാട് പോലെ തന്നെ കാണാൻ ഏകദേശം വലിയ ഡെവലപ്ഡൊന്നുമല്ല. കേരളമാണ് അതിലും ബെറ്റർ എന്തോന്നും കാണാറുണ്ട്. അവിടെ കുറച്ച് ടൂറിസമൊക്കെ ഇതായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ലോക്കൽ ബസ്സിൽ കയറാൻ എൻ്റെ ഒരു അനുഭവം ഉണ്ടായി. ലോക്കൽ ബസ്സൊക്കെ വളരെ വൃത്തികെട്ട അനുഭവം. വൃത്തികെട്ടെന്നൊന്നും എന്തോ ഇവിടെ ബസ് കയറുന്നൊരു അനുഭവമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എടുത്ത റൂമിൻ്റെ അവിടെ എത്തി. അതിന് മുമ്പ് നമ്മളൊരു ഫുഡ് കഴിക്കാൻ കയറി. എല്ലാവരും നല്ല വിശന്നായിരുന്നു. പക്ഷേ ഫുഡ് കഴിച്ച് ബില്ല് വന്നപ്പോഴും നമ്മൾ ചങ്ക് തകർന്നു. അതുപോലെ വിലയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ പോയി ഫ്രഷ് ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ കലാൻഗൂട്ട് ബീച്ച്, അതായത് നമ്മുടെ നോർത്ത് ഗോവയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലാർജസ്റ്റ് ആയിട്ടുള്ള ബീച്ചാണ്. അതിനടുത്ത് തന്നെയാണ് നമ്മൾ റൂം എടുത്തത്. അപ്പം നമ്മൾ റൂമിലൊക്കെ പോയി ഫ്രഷ് ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കഴിച്ചിട്ട് ബീച്ചിൽ നിന്ന് പോയിട്ട് വരാമെന്ന് വെച്ച് പോവുക. ഇത് പനാജിയിൽ നിന്ന്, അതായത് ഗോവയുടെ ക്യാപിറ്റൽ പനാജിയിൽ നിന്ന് 15 കിലോമീറ്റർ ദൂരമുള്ളൂ ഈ ബീച്ചിലേക്ക്. കലാൻഗൂട്ട് ബീച്ച് ഓഫ് സീസണിൽ ഇവിടെ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. പാരാസൈലിംഗ് ഒക്കെ നടക്കുന്ന ബീച്ചാണ്. നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മളിങ്ങനെ പോയി ഒന്ന് കണ്ട് കേട്ടു പോകുന്നേ ഉള്ളൂ.
നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര മഴ പെയ്ത് കഴിഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ ഭയങ്കര മഴക്കാറുണ്ടായിരുന്നു. കടലൊക്കെ ഇങ്ങനെ ഇരമ്പി വരുന്നത് കണ്ടപ്പോൾ തന്നെ നമുക്ക് പേടിയായി. ഭയങ്കര കടലിൻ്റെ സൈഡിലേക്ക് ഞങ്ങൾ പോയില്ല. ദൂരെ നിന്നുള്ള വ്യൂ കാണിക്കുന്നുള്ളൂ. അടുത്തോട്ട് പോകുന്നതിന് പേടിയായിരുന്നു. അതുപോലെ ഭയങ്കര സൗണ്ടും കടലങ്ങ് ആകാശമൊക്കെ ഉണ്ടല്ലോ ഇരുണ്ട് മൂടി. ഞങ്ങൾ വിചാരിച്ചു ദൈവമേ ഇനി സുനാമി വല്ലതും വരുമെന്ന്. അത്രയ്ക്ക് ഗോവയിൽ ഇത്രയും മഴ ഇത്രയും നാളായിട്ടും ഇങ്ങനത്തെ മഴ പെയ്തിട്ടില്ലെന്ന്. പിന്നീട് ഞങ്ങൾ കുറച്ച് മലയാളി ഒരു ചേട്ടനെയൊക്കെ പരിചയപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു. അവർ കുറേ വർഷമായിട്ട് അവിടെ ഉള്ളതാണേ. അപ്പോൾ അവർ പറഞ്ഞു ഇത്രയും മഴ ആദ്യമായിട്ടാണ് ഗോവയിലെന്ന്. എന്തായാലും കുറച്ച് സമയമൊക്കെ ഞങ്ങൾ അവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു മഴ പെയ്തു. വളരെ ശക്തമായിട്ടുള്ള മഴ. നൈറ്റ് പാർട്ടി അങ്ങനത്തെ ചെറിയ ചെറിയ ലിക്കറൊക്കെ കഴിക്കാൻ പറ്റുന്ന അന്തരീക്ഷമുള്ള കുറേ ബാർ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ മഴ പെയ്തപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കയറി അവിടെ നിന്നേ. അവിടെയും മറ്റേ പെപ്സി അങ്ങനത്തെ നമ്മൾ ഈ ചെറിയ ചെറിയ സോഫ്റ്റ് ഡ്രിങ്ക് കഴിക്കുന്ന പോലെയാണ് മറ്റേ ലിക്കർ വന്നില്ല കഴിക്കുന്ന പെണ്ണുങ്ങൾ ഉൾപ്പെടെ എല്ലാം വാങ്ങിച്ച് കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളവിടെ മഴയായതുകൊണ്ട് അവിടെ കയറി നിന്ന് ഭയങ്കര ശക്തമായ കാറ്റും മഴയും. ശരിക്കും ഞങ്ങൾ പേടിച്ചു പോയി. ഇതെല്ലാം എന്തൊക്കെയാണ് ഞങ്ങൾ ആകെ പേടിച്ചു പോയി. ശരി അങ്ങനെ പോയിട്ട് പിന്നെ ഒരു മഴ പെയ്ത് തോർന്നായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് റൂമിൽ വന്ന് ഫ്രഷൊക്കെ ആണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്നു. അതിൻ്റെ സൈഡിലെല്ലാം ചെറിയ ചെറിയ അങ്ങനെ റൂമിലെത്തി കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് ഫ്രഷായി കഴിഞ്ഞപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയി. അങ്ങനെ വെറുതെ വിടാൻ പറ്റും. നമ്മൾ കാശ് മുടക്കി വന്നതല്ലേ, എന്തെങ്കിലും ഒന്ന് ഗോവയിൽ കാണണ്ടേ. അങ്ങനെ ഞങ്ങളെല്ലാം അവിടെ നിന്ന് ഇതൊക്കെ ഇട്ട് ഗോവൻ ഡ്രസ്സൊന്നും കിട്ടിയില്ല. അത്യാവശ്യം ഗോവൻ എന്തെങ്കിലും അങ്ങനെയൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചേ. നല്ല മഴ പെയ്ത് കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ താമസിക്കുന്നിടത്ത് നിന്ന് ഈ ബീച്ചിലോട്ട് ഇറങ്ങാൻ ഒരു ഷോർട്ട് കട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുവഴി നടന്ന് അങ്ങോട്ട് ഇറങ്ങുവാണേ. അപ്പോൾ രാത്രിയാകുമ്പോൾ രാത്രി വൈബ് നല്ലതായിരുന്നു കേട്ടോ. പോയില്ല ഭയങ്കര പാട്ടൊക്കെ കേട്ട് നൈറ്റ് പാർട്ടിയൊക്കെ നടക്കുന്നത് കേട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. നല്ല പാട്ടൊക്കെ കേൾക്കാം. അങ്ങനെ ഞങ്ങൾ പാട്ട് കേട്ട് ഞങ്ങൾ ചള്ളക്കകത്തോടെ വന്നതിന് ചാട്ടി നീന്തി വന്നപ്പോൾ നല്ല സെറ്റപ്പ്. മിസ്സായിപ്പോയി. ഞങ്ങൾ വൈകിട്ട് പോകുന്നില്ലെന്ന് വെച്ചെങ്കിൽ മിസ്സായിപ്പോയി. ഭയങ്കര സെറ്റപ്പ് പാർട്ടിയായിരുന്നു ഇവിടെ എല്ലാം. ഇതുപോലെ പാട്ട് വിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയ സ്ഥലം. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം മഴയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് കുറേ നേരം എൻജോയ് ചെയ്തേ. ഉച്ചയ്ക്ക് അവിടെ എത്തിയ സമയത്ത് ആ മഴയും ഇതും കാറ്റും ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈശ്വരാ ഗോവ ഞങ്ങൾ സെലക്ട് ചെയ്ത് വെറുതെ ആയിപ്പോയല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ വൈകിട്ടത്തെ ആ വൈബൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ബീച്ചും ആ സെറ്റപ്പും കുറ്റാണ്ട് ചോടപ്പൊക്കെ അടിച്ച് പൊളിച്ച് കേട്ടോ. ഞങ്ങൾ കുറേ നേരം അവിടെ ഒരു മണിക്കൂറോളം ആ ബീച്ചിൻ്റെ അവിടെ എൻജോയ് ചെയ്തു. കാരണം നല്ല കാറ്റുമാണ്, പിന്നെ മഴയൊന്നുമില്ല. അത് പെട്ടെന്ന് ഉണങ്ങും അവിടുത്തെ മണ്ണൊക്കെ. മഴ അളിഞ്ഞങ്ങനെ ഇതാകത്തില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് എല്ലാവരും കൂടെ ഒക്കെ എൻജോയ് ചെയ്ത് കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇനി ഫുഡ് കഴിക്കാൻ പോകണം. അങ്ങനെ കുറേ പരിപാടികൾ. രാത്രി ഫുഡ് കഴിക്കണം, റൂമിൽ പോകണം, അവിടെയൊക്കെ ഒന്ന് നടക്കണം, അത്രയേ ഉള്ളായിരുന്നു. കുറച്ച് ദൂരമാണ് ഉള്ളൂ അവിടെ നിന്ന് റൂമിൽ പെട്ടെന്നാണോ ഞാൻ പെട്ടെന്നാണോ അവരാണ് ഒപ്പം നടക്കും എല്ലാരും. അല്ലെ നടത്തുവേ എല്ലാരും ഒപ്പം നടക്കും. അപ്പോൾ അമ്മയോട് ഞങ്ങൾ പറഞ്ഞു അമ്മ കളിച്ചോ, ഗോവൻ തീർത്ഥമ്മയുടെ ഡാൻസൊക്കെ കളിച്ചോളാം, ആരും അറിയുന്നില്ല, നാട്ടുകാരില്ല, ബന്ധുക്കളില്ല, അങ്ങനെ പരദൂഷണ ടീംസൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് അമ്മ കളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്തു. ചുമ്മാ അടിച്ച് പൊളിച്ച് ഞാൻ നടന്നത്. കുറച്ച് കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് പിന്നെ മഴയൊന്നും രാത്രി പെയ്തതേ ഉള്ളൂ. ഞങ്ങളവിടെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ പെയ്തില്ല.
കാറ്റ് ഊതുമ്പോഴാകുമ്പോഴേ ഇവിടെ കാറ്റില്ലെന്ന് പറയത്തില്ല. ഇവിടെ കാറ്റുണ്ടോ? ഇവിടെ കാറ്റ് കുറവുണ്ടോ? ഞങ്ങൾ പിന്നെ അവിടെ ശാന്തമീരാത്രിലൊക്കെ എല്ലാവരും കൂടെ ഒന്ന് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ കൂടെ വന്ന് ഇവരൊക്കെ ചുമ്മാ അങ്ങനെ അവിടെ ആ സ്റ്റെപ്പ് പറയുമ്പോൾ ഈ സ്റ്റെപ്പ് പറയുമ്പോൾ ആ സ്റ്റെപ്പ് ചെയ്യും. അവരെല്ലാം 4 വഴിക്ക് നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളതങ്ങ് ഉപേക്ഷിച്ച് ഞങ്ങൾ രണ്ടും കൂടെ മാത്രമായിട്ടൊന്ന് ചെയ്തു. പക്ഷേ ഇതുവരെ അത് എഡിറ്റ് ചെയ്യാനോ ഒന്നും ഇട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ അച്ഛൻ എന്താ ചോട്ടപ്പനെയൊക്കെ എടുത്ത് ഇങ്ങനെ പോവാണ്. തിരിച്ച് പോകാമെന്നുള്ള രീതിയിലായിരുന്നു തിരിച്ചു. ചോട്ടപ്പൻ നന്നായിട്ട് എൻജോയ് ചെയ്തേ. ചോട്ടൻ ഭയങ്കര അടിച്ച് പൊളിച്ചു. പക്ഷേ പിറ്റേ ദിവസമായിരിക്കും ചോട്ടപ്പൻ ചെറിയൊരു പണി കിട്ടി. പിറ്റേ ദിവസമല്ല, അടുത്ത ഗോവയിൽ നിന്ന് പോരുന്ന സമയത്ത് ചോട്ടപ്പൻ ചെറിയൊരു പണി കിട്ടി. പക്ഷേ ഗോവ ചോട്ടപ്പൻ ശരിക്കും എൻജോയ് ചെയ്തായിരുന്നു. പിടിച്ചേക്കുവാ. അങ്ങനെ ഞങ്ങൾ തിരിച്ചിങ്ങനെ പോന്നേ. അത്ര കുറച്ച് നേരമായില്ലേ. അപ്പം തിരിച്ച് വന്ന് ഫുഡൊക്കെ തീരുന്നതിന് മുമ്പ് പോയി കഴിക്കണം. ഫുഡെന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയാണ്. ഫുഡിന് ഒടുക്കത്തെ വില. അത് ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഉള്ള ഇതുപോലുള്ള കടകളിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആധാരം വരെ പണയം വെക്കേണ്ടി വരും. അതുപോലെ ഒരു ചായക്ക് 50 രൂപയ്ക്കാണ്, ഒരു പൊറോട്ടയ്ക്ക് 80 രൂപ. അങ്ങനെ ഞങ്ങൾ ഞെട്ടിപ്പോയി. ഉച്ചയ്ക്ക് കഴിച്ചപ്പോൾ തന്നെ ഞങ്ങൾ വയറ് നിറഞ്ഞാണ്. അപ്പോൾ ഇത് കുറച്ച് എന്തെങ്കിലും കുറവുള്ളിടത്തുണ്ടോ എന്ന് കുറച്ച് ദൂരം ഞങ്ങൾ നടന്ന് നോക്കി. എന്നിട്ട് ഞങ്ങൾ കയറിയത് പെട്ടുപോയി. അവിടെ ഇതിൻ്റെ ഇരട്ടി വില. ഫുഡും കുറച്ചേ ഉള്ളൂ, ക്വാണ്ടിറ്റിയും കുറവാണ്. നല്ല ഫുഡ് വല്ല ഒരു ചായക്ക് 50 രൂപ. അങ്ങനെ അതൊക്കെ കണ്ടപ്പോഴേ ഞങ്ങളുടെ കിളി പോയി. അതാണ് ഈ വീഡിയോ അങ്ങനെ ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ആ ഒരു ത്രില്ല് പോലും ഞങ്ങൾക്ക് പോയി കിട്ടിയ അന്നത്തെ ദിവസം രാത്രി ഫുഡ് കഴിക്കാൻ. നമ്മൾ ഈ മിനറൽ വാട്ടർ വെച്ചിരിക്കുന്ന പോലെ ഇവിടെ കുപ്പിയിൽ ഇങ്ങനെ ലിക്കർ അടുക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ നല്ല വിലക്കുറവാണ്. ഇപ്പോൾ ഈ ആണുങ്ങൾക്ക് ഭയങ്കര ഇതാണ്. കാണാൻ നോക്കുക, ഇഷ്ടം പോലെ കുപ്പി ഇങ്ങനെ അടുക്കി അങ്ങ് വെച്ചേക്കല്ലേ. കണ്ണ് നിറയെ കണ്ടോളൂ. ഇതിനൊക്കെ വിലക്കുറവാണ്. നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ നല്ല വിലക്കുറവാണ്. അപ്പം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് എന്തോ പൈനാപ്പിളിൻ്റെ കട്ട് ചെയ്ത് എന്തൊക്കെ വാങ്ങിച്ച് വെച്ചപ്പോൾ ഇവരൊക്കെ പറഞ്ഞു ഇവിടെ പൈനാപ്പിൾ കഴിക്കാത്ത ആൾക്കാരാണോ, ഇതൊക്കെ പോയി അവിടെ പോയി വാങ്ങിക്കുക. നമ്മളിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന സാധനം വാങ്ങിച്ചങ്ങ് കഴിക്കുക. കൂടുതൽ ഞങ്ങളങ്ങനെ ഫുഡ് പുതിയതായിട്ടൊന്നും പരീക്ഷിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെയൊക്കെ കയറി കഴിഞ്ഞ് പിന്നെ അതിൻ്റെ സൈഡിലെല്ലാം ഈ തുണിക്കട മീൻസ് ഈ ബീച്ച് ഡ്രസ്സൊക്കെ കിട്ടുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അത്യാവശ്യം വിലയാണ് അതിനും. അപ്പം കടകളൊക്കെ കയറി ഞങ്ങൾ ജസ്റ്റ് വിലയൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പിന്നെ ഒന്നും വാങ്ങിയില്ല.
അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം നടന്ന് അങ്ങനെ കണ്ട് ഒരു ഹോട്ടലിൽ കണ്ട് ചാടി കയറി ഞങ്ങൾ ഓർഡർ കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ചോദിച്ചെങ്കിലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല റേറ്റ് ആയിരുന്നു എല്ലാത്തിനും. അങ്ങനെ ഞങ്ങൾ നല്ലൊരു പണി കിട്ടി ഞങ്ങൾ. അങ്ങനെ ഹോട്ടലിൽ അവിടെ ഇവിടെ എല്ലാം ഉണ്ട്. അപ്പോൾ ഏത് കയറണമെന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ നിൽക്കുന്നതാണ് കാണുന്നത്. പിന്നെ എന്തെങ്കിലും ആട്ടെന്ന് വെച്ചാൽ അവിടെ കയറി ഓർഡർ ചെയ്ത് ബില്ല് വന്നപ്പോൾ ഞങ്ങൾ കണ്ണ് തള്ളി. എന്തെങ്കിലും വയറ് നിറഞ്ഞോ അതുമില്ല. ബില്ല് കണ്ട് വയറ് നിറച്ച്. അത്യാവശ്യം ഫുഡും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. ഫുഡിന് നല്ല റേറ്റാണ്. അങ്ങനെ ഗോവയിലെ ഫസ്റ്റ് ഡേ ഞങ്ങളുടെ കഴിയാറായി. ഇനി റൂമിൽ പോയി കിടന്ന് ഉറങ്ങി. ഇനി അടുത്ത ദിവസം കാണാം. ബൈ.